നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ കൊടും ക്രൂരത അരങ്ങേറിയത്. മലപ്പുറത്ത് വീട്ടിൽ തന്നെ പ്രസവം നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഭർത്താവായിട്ടുള്ള സിറാജുദ്ദീൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പെരുമ്പാവൂർ ആശുപത്രിയിൽ നിന്നാണ് മലപ്പുറം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏതായാലും വളരെ ഞെട്ടലോടെയാണ് കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും ഈ ഒരു വാർത്ത കേട്ടത്. സിറാജുദ്ദീനെ പോലീസ് എത്തി മലപ്പുറത്ത് കൊണ്ടുപോവുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഭർത്താവിനെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റമാണ് ചുമത്താൻ പോകുന്നത്. മരിച്ച അസ്മയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അസ്മയുടെ മരണം അതിദാരുണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ പ്രസവശേഷം യുവതിക്ക് നേരായ ഒരു വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്ന് അതിദാരുണമായിട്ടാണ് യുവതി മരിച്ചിരിക്കുന്നത്. നേരായ പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി വേദനയാണ് ആ ഒരു 3 മണിക്കൂറിൽ യുവതി അനുഭവിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പറഞ്ഞിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. ഇതിനിടെ മടവൂർ ഗാഫിലെ എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അക്യുപങ്ക്ചർ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയെയും ഇരയാക്കിയെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഇപ്പോൾ ഇയാളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്ന് ആളുകൾ നിരവധി കമൻറ്റുകളാണ് വിമർശിച്ചുകൊണ്ട് ഇടുന്നത്. കേസ് ഇപ്പോൾ മലപ്പുറം പോലീസിന് കൈമാറിയതോടെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിട്ടാണ് ഈ പറയുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏതായാലും കടുത്ത അന്ധവിശ്വാസം അത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇയാളുടെ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് തന്നെ യുവതിയെയും അതുപോലെ കുടുംബത്തെയും അല്ലെങ്കിൽ കുഞ്ഞുമക്കളെയൊക്കെ തന്നെ ഇയാൾ പഠിപ്പിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ്. കാരണം നാട്ടുകാരടക്കം പറഞ്ഞിരുന്നത് ഈ യുവതിയെ പുറത്തേക്ക് കണ്ടിട്ടേ ഇല്ല എന്നാണ്. ആകെ ദിവസത്തിൽ ഒരു നേരം മാത്രം, അതും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന നേരം മാത്രമാണ് ഈ യുവതിയെ പുറത്തേക്ക് വിട്ടിരുന്നത്. അല്ലെങ്കിൽ മുഴുവൻ സമയവും വീടിനകത്ത് തന്നെ വാതിലടച്ചായിരുന്നു ഈ യുവതി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് ഈ പറയുന്ന സിറാജുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് ഐസിയുവിൽ കഴിയുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ആ കുഞ്ഞിൻ്റെ ജീവൻ കൂടി രക്ഷിക്കാൻ സാധിക്കട്ടെ എന്നാണ് നമുക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒരുപക്ഷെ പ്രസവത്തിൽ ആ ചോര കുഞ്ഞിനെ കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 2 ജീവനുകളായിരുന്നു അവിടെ നഷ്ടപ്പെടുക. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച അസ്മയുടെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം ഇന്നലെ രാവിലെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. വൈകിട്ടോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി പെരുമാനി എടത്താക്കര മുസ്ലിം ജമായത്തി ഖബർസ്ഥാനിലാണ് ഖബറടക്കിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ചില ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. ഈ അസ്മയുടെ വീട്ടുകാർക്ക് അസ്മ ഗർഭിണിയായതിനെക്കുറിച്ചോ ഒന്നും തന്നെ അറിവില്ലായിരുന്നോ എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ചോദ്യം. അതോ വീട്ടിലേക്ക് ഒന്നും പോവാതെ 5ാമതും ഗർഭിണിയായത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. അതിനിടയിൽ അസ്മയുടെ വീട്ടിൽ നിന്ന് ആരും അന്വേഷിച്ചില്ലേ എന്നുള്ളതും ഒരു ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ ഇനി വീട്ടുകാരോടൊക്കെ തന്നെ കൂടുതൽ മൊഴിയെടുത്താൽ മാത്രമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. സിറാജുദ്ദീനെ ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. സിറാജുദ്ദീൻ്റെ ആലപ്പുഴയിലെ വീട്ടിലുള്ള അസ്മയുടെ 4 മക്കളിൽ മൂത്തയാൾ മാത്രമാണ് ഖബറടക്ക ചടങ്ങിന് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മക്കൾക്ക് ഇനി എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയുമോ എന്നുള്ളതൊക്കെ ഇനി ചോദ്യം ചെയ്താൽ മാത്രമേ സ്ഥിരീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അസ്മയുടെ മരണവിവരം സഹോദരങ്ങളെ ഉൾപ്പെടെ അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ മറച്ചുവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി അസ്മയുടെ മാതൃ സഹോദരൻ ടി.കെ. മുഹമ്മദ് കുഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരികയാണ്. അസ്മയുടെ മൃതദേഹത്തോട് പോലും അനാദരവുണ്ടായെന്നും പുൽപ്പായിൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചതിനെ തുടർന്നാണ് സിറാജുദ്ദീൻ ഒപ്പം എത്തിയവരും അസ്മയുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായതെന്നും മുഹമ്മദ് കുഞ്ഞ് പറയുന്നുണ്ട്. അതായത് ഈ ബ്ലീഡിംഗ് വന്നിട്ടാണ് ഈ പറയുന്ന അസ്മ മരിച്ചിരിക്കുന്നത്. അത്രയും നേരം ഈ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെയുള്ള ഈ ഒരു കറയോ അല്ലെങ്കിൽ വസ്ത്രം പോലും മാറ്റാതെ ഒരു പായൽ പൊതിഞ്ഞാണ് അസ്മയുടെ മൃതദേഹം ഈ പറയുന്ന വീട്ടിലേക്ക് ഇയാൾ എത്തിച്ചിരിക്കുന്നത്. പോലീസിന് പരാതി നൽകിയത് 71കാരനായ മുഹമ്മദ് കുഞ്ഞാണ്. അസ്മ മരിച്ച വിവരം 4 സഹോദരങ്ങളിൽ ഒരാളെ പോലും അറിയിച്ചിട്ടില്ല. പകരം അസ്മയുടെ സഹോദര ഭാര്യയുടെ സഹോദരനെയാണ് വിളിച്ചറിയിച്ചത്. ഇദ്ദേഹമാണ് ഞായറാഴ്ച പുലർച്ചെ 3-ന് അറക്കപ്പടിയിലെ വീട്ടിൽ മരണം അറിയിച്ചിരിക്കുന്നത്. അതായത് 9 മണിക്ക് മരിച്ചിട്ട്
3 മണിക്ക് ഈ മൃതദേഹവുമായിട്ട് ഈ വീട്ടിലേക്ക് എത്തുന്ന ഈ 3 മണിക്കാണ് മരിച്ച വിവരം തന്നെ വീട്ടിൽ അറിയിക്കുന്നത്. വിവരം 3:45-നാണ് ഈ പറയുന്ന പരാതി നൽകിയിട്ടുള്ള കുഞ്ഞ് മുഹമ്മദ് അറിഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7-ന് മൃതദേഹം എത്തിച്ചു. മരണവിവരം മറച്ചു വയ്ക്കാനും പെട്ടെന്ന് കബറടക്കാനുമാണ് അറക്കപ്പടിയിലെ വീട്ടിൽ അതിരാവിലെ മൃതദേഹം എത്തിച്ചത്. ബന്ധുക്കൾ എതിർക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തതാണ് പിന്നീട് സംഭവം പുറലോകം അറിയാൻ തന്നെ കാരണമായതെന്നും മുഹമ്മദ് കുഞ്ഞ് പറയുന്നുണ്ട്. മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്ന് മരിച്ച അസ്മയുടെ അയൽവാസിയായിട്ടുള്ള അൻസാറും പറയുന്നു. അസ്മയുടെ 5ാമത്തെ പ്രസവമായിരുന്നു. 3 പ്രസവം നടന്നതും വീട്ടിലാണ്. ആലപ്പുഴ സ്വദേശിയാണ് ഭർത്താവ്. താമസിക്കുന്നത് മലപ്പുറത്ത് വാടക വീട്ടിലാണ്. 11 മണിക്ക് ശേഷമാണ് മരിച്ചതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിട്ടുണ്ടായിരുന്നുവെന്നും കൂടെയുണ്ടായിരുന്ന ആളുകൾ പറയുന്നു. പ്രസവശേഷം മരണവിപ്രാളം കാണിച്ചിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല. സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തപ്പോഴും മതിയായ ചികിത്സ നൽകാൻ തയ്യാറായില്ല. പ്രസവ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യം അറിയില്ല. അദ്ദേഹം മാത്രമാണ് ഉണ്ടായതെന്നാണ് വിവരം. ഒറ്റപ്പെട്ട വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അയൽവാസികൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തിയാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയതെന്നും അൻസാർ പറയുന്നുണ്ട്. ചോര കുഞ്ഞിനെ പോലും ആശുപത്രിയിലാക്കിയില്ല. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കണം. ജനിച്ച് വെറും മണിക്കൂറുകൾ മാത്രമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ എത്തിയത്. പിന്നീട് ഞങ്ങളാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് ICUവിലേക്ക് മാറ്റിയതെന്നാണ് ഈ പറയുന്ന അയൽവാസി പറഞ്ഞിരിക്കുന്നത്. ചികിത്സയൊക്കെ ആയി നടക്കുന്നയാളാണ് അസ്മയുടെ ഭർത്താവ് എന്നാണ് അറിയുന്നത്. ആശുപത്രിയിലെ ചികിത്സയൊക്കെ എതിർക്കുന്നവരാണ് ഇവരെന്നും അൻസാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രവാദ ചികിത്സയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭർത്താവ് പ്രസവ വേദന അനുഭവപ്പെട്ടിട്ടും യുവതി ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് ആരോപണം. ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ ചികിത്സയടക്കം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുന്നയാളാണ്. യുവതിയുടെ മൃതദേഹവുമായി പെരുമ്പാവിലെ വീട്ടിലെത്തിയ യുവാവിനെ ബന്ധുക്കൾ ചോദ്യം ചെയ്യുന്നതിന്റെയും മറുപടിയില്ലാതെ ഉത്തരമുട്ടി നിൽക്കുന്ന സിറാജുദ്ദീന്റെയും വീഡിയോ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ പറയുന്നുണ്ട്, നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനല്ലേ, ഈ കൊച്ചിന് ജീവൻ കൊടുക്കട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആക്രോശിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ ചോദ്യത്തിന് മുന്നിൽ സിറാജുദ്ദീന് ഉത്തരമില്ലായിരുന്നു. അവൾ ശ്വാസം മുട്ടിയപ്പോൾ കിടന്നതാണ്, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് നോക്കിയപ്പോഴാണ് അനക്കമില്ലാത്ത രീതിയിൽ കണ്ടത് എന്നൊക്കെയാണ് ഈ പറയുന്ന സിറാജുദ്ദീൻ അവരോട് പറയുന്നത്. മാത്രമല്ല, ഇയാളുടെ യൂട്യൂബ് ചാനലിന് താഴെയും വീഡിയോയ്ക്ക് നിരവധി ആളുകളാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നത്. ഒടുവിൽ വീട്ടുപ്രസവത്തിനെതിരെ ഇപ്പോൾ വലിയ വിവാദമായപ്പോൾ മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്. മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം മനഃപൂർവ്വമായ നരഹത്യയാണെന്ന് മന്ത്രി പറഞ്ഞു. ആശാവർക്കർമാരോട് യുവതി മറഞ്ഞു നിന്നാണ് സംസാരിച്ചത്. അവബോധമില്ലാത്തത് കൊണ്ടല്ല മറഞ്ഞിരുന്നത്, അവർ ബോധപൂർവം കാര്യങ്ങൾ മറച്ചുവെക്കുകയാണ്. കഴിഞ്ഞ വർഷം 500-ലധികം പ്രസവങ്ങളാണ് വീടുകളിൽ നടന്നത്. ആ വർഷം അതിന്റെ തോതിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് മന്ത്രി വിശദീകരിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് വീട്ടിൽ പ്രസവിച്ച വനിതകളെ അവാർഡ് നൽകി ആദരിച്ച സംഭവം കഴിഞ്ഞ ഒരു ചാനലിലൂടെ അത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അക്യൂഷ് എന്ന സംഘടനയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തയ്ക്ക് പിന്നാലെ തന്നെ അക്യൂഷിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആരോഗ്യ വകുപ്പിനും മന്ത്രിയുടെ ഓഫീസിനും കൈമാറിയിരുന്നു. കൂടാതെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും തേടിയിരുന്നു. എന്നാൽ അന്ന് പ്രതികരിക്കാനോ എന്തെങ്കിലും നടപടിയെടുക്കാനോ മന്ത്രി തയ്യാറായിരുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സമാന രീതിയിൽ യുവതി രക്തം വാർന്നു മരിച്ചിരുന്നു. കഴിഞ്ഞ 9 മാസത്തിനിടെ 9 കുഞ്ഞുങ്ങളാണ് വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ചിരിക്കുന്നത്. യഥാർത്ഥ കണക്കുകൾ ഇതിൽ കൂടുതൽ വരും. ശരിയാത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവങ്ങൾ മലപ്പുറത്താണ് ഏറ്റവും അധികം നടക്കുന്നതെന്നും ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. വീടുകളിൽ പ്രസവം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങളും നവമാധ്യമ കൂട്ടായ്മകളും സജീവമാണ്. അടുത്തിടെ വീട്ടിൽ പ്രസവിച്ച കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് പറഞ്ഞ് ചാനലുകളിൽ നിറഞ്ഞു നിന്ന ദമ്പതികൾക്ക് വൻ സ്വീകാര്യത ലഭിച്ചതും ഇതിന്റെ ഭാഗമാണ്. ഗർഭിണിയാണെന്ന കാര്യം പോലും ആശുപത്രിയോ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ ജീവനക്കാരെയോ അറിയിക്കാതെയാണ് വീടുകളിൽ പ്രസവം നടത്തിപ്പിക്കുന്നത്. താനൂർ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങളുടെ പ്രധാന പ്രവർത്തനം. സുഖപ്രസവം നടക്കുന്ന വിശ്വാസത്തിൽ മറിയം പൂവെന്ന പൂവും ചിലർ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഗർഭിണിയുടെ കിടക്കയിലോ തലയിണയ്ക്കടിയിലോ ആണ് ഇത് വെക്കാറുള്ളത്. നിലവിൽ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും വാക്സിനേഷനെതിരായ പ്രചാരണം ശക്തമാണ്. അതിന്റെ തുടർച്ചയായാണ് ശരിയത്ത് പ്രസവ പ്രോത്സാഹനവും നടക്കുന്നത്. വീട്ടിലെ പ്രസവവും മരണവും ആവർത്തിക്കുമ്പോഴും ഇതിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ആരോഗ്യ വകുപ്പിന്റെ കയ്യിൽ പക്ഷേ ഉത്തരമില്ല. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് മലപ്പുറത്തെ വീട്ടിൽ വെച്ച് അസ്മ പ്രസവിക്കുന്നത്. 9 മണിയോടെയാണ് അസ്മ മരിച്ച വിവരം ഭർത്താവ് സിറാജുദ്ദീൻ അറിയുന്നത്. രക്തസ്രാവം ഉണ്ടായിട്ട് പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കുന്നത്. ശ്വാസമുട്ടൽ ഉണ്ടെന്ന് പറഞ്ഞാണ് ആംബുലൻസ് വിളിച്ചത്. ഇതിൽ മലപ്പുറത്തു നിന്ന് പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയായിരുന്നു. കൊണ്ടുവരുന്ന വഴിക്ക് 12 മണിയോടെയാണ് അസ്മയുടെ ബന്ധുക്കൾ മരണവിവരം അറിയുന്നത്. ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തത്. ചോരക്കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ
പോകാതെ അതേ ആംബുലൻസിൽ തന്നെ അസ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൃതദേഹവുമായി വീട്ടിലെത്തുമ്പോഴാണ് മരണവിവരം എല്ലാവരും അറിയുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പ്രസവം കഴിഞ്ഞതാണ്. രാത്രി 9 മണിയോടെയാണ് മരണം സംഭവിക്കുന്നത്. പ്രസവിച്ച വിവരമോ മരിച്ച വിവരമോ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ബന്ധുക്കളോടോ പറഞ്ഞിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ സിറാജുദ്ദീൻ കസ്റ്റഡിയിലാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ഇതിൽ മറ്റെന്തെങ്കിലും ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത പുറത്തു വരികയുള്ളൂ.